സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്നൊരു തേങ്ങ ചേർത്തിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്ന് ചേർത്തിട്ടാണല്ലോ. അപ്പം തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ചേർത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് സാധാരണ പച്ചരി തന്നെയാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വെക്കാം. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തി. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആട്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ വെള്ളത്തിലിട്ടതാണ്, ഒരു 12 മണിക്ക്. ഇനി നമുക്കൊരു 5 മണിയാകുമ്പോൾ ആട്ടി വെക്കുകയാണ്. അപ്പോൾ അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് വയ്ക്കാം. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി മാവ്. നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓവറായിട്ട് പൊന്തിയിട്ടില്ല. പാകത്തിനുള്ള ദോശ ഉണ്ടാക്കാനുള്ള പാകത്തിന് മാവ് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലടുപ്പത്ത് വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നിട്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. മറിച്ചിട്ട് എടുത്താലും മതി. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ മൂടി വയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ മറിച്ചിടില്ല. അപ്പം ഇനി ഉഴുന്നില്ലെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഉഴുന്നിട്ട ദോശ പോലെ തന്നെയാണ്. യാതൊരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. കുറച്ചും കൂടി നല്ല എന്താ പറയുക, സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ. ബാക്കിയുള്ള മാവൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞങ്ങൾ 4 പേരാണ് ഇവിടെ. അപ്പം 4 പേർക്കുള്ള ദോശ ഉണ്ടാക്കാൻ ഈ 2 കപ്പ് അരി കൊണ്ട് കഴിഞ്ഞു. അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിന്ന് രാവിലെ ദോശയും ചട്നിയാണ്. താങ്ക് യു.